കസ്പ്ര കറിവേപ്പിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് മസാലകളുണ്ടാ. ഇന്ന് നമ്മൾ മീൻ പൊരിച്ചാൻ പോണ്. പാത്രത്തിലേക്ക് ഓയിൽ ഒഴിക്കുക, നമ്മൾ മസാലകളൊക്കെ നേരെ അയക്കാൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല അങ്ങോട്ട് മിക്സ് ചെയ്യണം. ചെറിയൊരു പീസ് നല്ല പച്ച ചെറുനാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞ് കൊടുക്കുക. അങ്ങോട്ട് നല്ലോണം കൈയായിട്ട് നല്ല അങ്ങോട്ട് മിക്സ് ചെയ്യട്ടെ. ഉപ്പും അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ല അങ്ങോട്ട് പിടിക്കണം. എന്നിട്ട് നമുക്ക് മീൻ ഇട്ടുകാണ്ട് നല്ല അങ്ങോട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഓരോ പീസ് മീൻ അങ്ങോട്ട് ഇടാം. ഓരോ പീസ് എടുത്തുകൊണ്ട് അതിന് നല്ല മസാല തേച്ച് കൊടുക്കട്ടെ. അതേപോലെ ഓരോ പീസും കൂടി നല്ല മസാല ഫില്ലാക്കിയിട്ട് തേച്ച് കൊടുക്കും. ഉള്ളിലും പുറത്തൊക്കെ മസാല ആവുന്ന രൂപത്തിൽ നല്ല തേച്ച് കൊടുക്കട്ടെ. ഈ മീനിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കറക്റ്റ്. ഇവിടെ റൂമിൽ പറയുന്ന പേര് ഇതിന് കൊറസീല എന്ന് പറയും. ചില റൂമിൽ ഇതിന് പ്ലൈവുഡ് എന്ന് പറയും. അങ്ങനെ പറയാൻ കാരണം ഈ മീനിൻ്റെ മേലെ വലിയ തൊലിയുണ്ട്, നല്ല കട്ടിൽ തൊലി. ആ മീൻ നന്നാക്കുന്ന വീഡിയോ സെപ്പറേറ്റിനായിട്ട് ഇട്ടാം. ഇങ്ങോട്ട് നമുക്ക് ഞയ്ക്ക് കുറച്ച് കസ്പറിയും കറിവേപ്പിൻ്റെയും ഇട്ട് കൊടുത്തുകൊണ്ട് നല്ല മിക്സ് ആക്കിയതിന് ശേഷം നേരെ പാത്രത്തേക്ക് മാറ്റി വെക്കുക. അപ്പോൾ ഓരോ പീസ് വെച്ചിട്ട് പാത്രത്തേക്ക് മാറ്റി വെക്കുക. ഇപ്പോൾ തന്നെ നമ്മൾ പൊരിക്കുന്നില്ലേ, പൊരിക്കൽ രാത്രി ആട്ടാം. അപ്പോൾ ഇതേപോലെ നല്ല കളർഫുൾ ആയിക്കണേ. എങ്ങനെയാണ് സെറ്റിൽ. ഇനി നമുക്കിത് പാത്രത്തിലാക്കിയതിന് ശേഷം നല്ല മൂടിക്കാണ് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുക. ഇനി നമുക്കിത് പൊരിക്കാനുള്ള പരിപാടി നോക്കട്ടെ. ചട്ടി ചൂടാക്കുക, എണ്ണ ഒഴിക്കുക, ഓരോ പീസ് മീൻ അതിക്ക് ഇട്ട് കൊടുക്കുക. മീൻ ഇട്ട് പറഞ്ഞാൽ ചെറുതായിട്ട് നല്ല പുക വന്നിട്ടാ. അങ്ങനെ ഇത് മറിച്ചിട്ട് നോക്കിയപ്പോൾ ബാക്ക് ഭാഗം കരിഞ്ഞ പോലെ ഒരു തോന്നല്. പക്ഷേ ഇത് കരിഞ്ഞില്ല, ഇതിന് തൊലി ഇല്ലല്ലോ. തൊലി നമ്മൾ പറിച്ചെടുത്തിക്കണം. അത് നമ്മൾ വേറെ വീഡിയോ ആക്കി തന്നെ അത് അപ്ലോഡ് ചെയ്യട്ടെ. പിന്നെ എന്നിട്ട് തീ നല്ലൊന്ന് കുറച്ചിക്കാണ്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒന്ന് മറിച്ചിട്ട് സാധനം തന്നെ നമ്മൾ സെറ്റാക്കി അതിനെ മുരിപ്പിൻ്റെ അടുത്ത് അങ്ങനെ ചട്ടിന്ന് കോഴി എടുത്തതിന് ശേഷം ഇതാണ് കേട്ടോ ലുക്ക്. എങ്ങനെയുണ്ട് ഞാൻ ഇപ്പോൾ അടുത്തിൽ കാണാം.